എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ വാക്ക് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു സംഭവം അത് നമ്മളെ കംപ്ലീറ്റ്ലി തകർക്കുന്നത്? വേറെ ആർക്കും കാണാൻ പറ്റാത്ത ഒരു വലിയ ഭാരം നെഞ്ചിൽ വെച്ച പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചില സമയങ്ങളിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ പെട്ടെന്ന് തകർത്ത് കളയും. ആ വേദനയോട് ശ്വാസം എടുക്കാൻ പോലും നമുക്കറിയാത്ത അല്ലെങ്കിൽ പറ്റാത്ത ഘട്ടം വരും. എന്നാൽ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് തന്നെ നമ്മൾ മുൻകൂട്ടി കാണും, എങ്കിലും വേദന അതുപോലെ തന്നെ തോന്നും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുക. കാരണം ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ 7 വൈകാരിക മുറിവുകളും അല്ലെങ്കിൽ ലക്ഷണങ്ങളും അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നതിനെ കുറിച്ചുമാണ്. ലോകത്ത് എവിടെയായാലും ഈ മനസ്സിൻ്റെ വേദനയ്ക്ക് പ്രായം നോക്കാറില്ല. ആണാണോ പെണ്ണാണോ നോക്കാറില്ല. പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്ന സ്റ്റാറ്റസ് നോക്കാറില്ല. അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം നോക്കാറില്ല. അല്ലേ? ഓരോരുത്തരും ഓരോ കഥ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ചില ഓർമ്മകൾ, ചില മുറിപ്പാടുകൾ. ചില മുറിവുകളൊക്കെ തന്നെ ഉണങ്ങിപ്പോകും. ചില മുറിവുകൾ ഉണങ്ങാതെ അങ്ങനെ തന്നെ കിടക്കും. എന്നാൽ മറ്റു ചില മുറിവുകളാകട്ടെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന രീതിയെയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെയും ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കുന്നതിനെയും നമ്മൾ ജീവിക്കുന്നതിനെയും ഒക്കെ മാറ്റിമറിക്കും. എന്നാൽ അത് എന്താണെന്ന്, ആ മുറിവ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നിടത്തുനിന്നാണ് ആ മുറിവ് ഉണങ്ങാനുള്ള തുടക്കം. നമുക്ക് ഒന്ന് ആഴത്തിൽ നോക്കാം. ഒന്നാമത്തെ ലക്ഷണമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് കരച്ചിൽ വരും. ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയും. യൂട്യൂബിലോ ഇൻസ്റ്റയിലോ വന്ന് ഏതെങ്കിലും ഷോർട്ട് വീഡിയോ കണ്ട കരയും. ചിലപ്പോൾ ചെറിയൊരു വഴക്കുണ്ടാകുമ്പോൾ തന്നെ തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റി കരയാൻ തുടങ്ങും. അല്ലെങ്കിൽ ആരും കാണാതെ ഒരുപാട് തവണ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഞാൻ ഇത്രയും സെൻസിറ്റീവ് ആളാണോ ചെറിയ കാര്യത്തിന് പോലും കരയാൻ? അല്ല, നിങ്ങൾ എത്ര ഇമോഷണൽ ആയ ആളൊന്നുമല്ല. നിങ്ങളൊരു മനുഷ്യനാണ്, അത്രയേ ഉള്ളൂ. മനസ്സിൽ എപ്പോഴും ഉണ്ടായ എന്നാൽ പൂർണ്ണമായി പ്രോസസ്സ് ചെയ്യാത്ത, മനസ്സിലാവാത്ത വേദനകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കരച്ചിൽ വരുന്നത്. നിങ്ങൾ മറക്കാൻ നോക്കിയാലും മനസ്സതൊക്കെ ഓർമ്മയിൽ വയ്ക്കും. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴും ആ പഴയ വലിയ സങ്കടങ്ങൾ പുറത്തേക്ക് വരും. കരച്ചിൽ നിർത്തുക എന്നല്ല ഇവിടെ വേണ്ടത്. നിങ്ങളുടെ കണ്ണുനീര് എന്താണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് വേണ്ടത്. രണ്ടാമത്തെ ലക്ഷണമാണ് പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ മടുപ്പ് വന്നു. ഒന്ന് പഴയ കാര്യങ്ങൾ ഓർത്ത് നോക്കിയേ. പണ്ട് പാട്ട് കേൾക്കുന്നതും അല്ലെങ്കിൽ ഓരോ ഹോബികളും യാത്ര പോകുന്നതും ചെറിയ സന്തോഷം തരുന്ന മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആവേശം കൊള്ളിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇപ്പോൾ ഒക്കെ ഒരു മടുപ്പായി തോന്നുന്നുണ്ടോ? ഇത് മടിയല്ല കേട്ടോ. ഇതാണ് ഇമോഷണൽ ഫാറ്റിക് അഥവാ മനസ്സിൻ്റെ ക്ഷീണം എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഉടങ്ങാത്ത മുറികളുള്ളതുകൊണ്ടാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ ഒരു ജോലിയായി തോന്നുന്നത്. നിങ്ങളുടെ ലോകത്തിലെ നിറങ്ങളെല്ലാം പോയതുപോലെ, എല്ലാം ചാരനിറായതുപോലെ തോന്നുന്നത്. എന്നൊരു സത്യം പറയാം, ആ നിറങ്ങളൊന്നും ശരിക്കും എവിടെയും പോയിട്ടില്ല. അത് മൂടപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾക്കത് തിരികെ കൊണ്ടുവരാൻ കഴിയും. മൂന്നാമത്തെ ലക്ഷണമാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും അല്ലെങ്കിൽ എളുപ്പത്തിൽ സങ്കടം വരും. പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവം, എന്ത് കണ്ടാലും ഒരു മടുപ്പ് തോന്നുക. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി തോന്നുക. ഈ ദേഷ്യത്തിൻ്റെയൊക്കെ പിന്നിൽ എപ്പോഴും ഒരു വേദന ഉണ്ടാകും. ദേഷ്യം എന്ന് പറയുന്നത് എന്ത് സംസാരിക്കണമെന്ന് വേദനയ്ക്ക് അറിയാതിരിക്കുമ്പോൾ ധരിക്കുന്ന ഒരു മുഖംമൂടിയാണെന്ന് പറയും. നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ എല്ലായിടത്തുനിന്നും മാറി നിൽക്കുകയോ ചെയ്യാറുണ്ടെങ്കിൽ അത് നിങ്ങൾ മോശം വ്യക്തി ആയതുകൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങൾ ശരിക്കും ക്ഷീണിച്ചുകൊണ്ടാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരിക്കലറിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാനും കഴിയും. നാലാമത്തെ ലക്ഷണമാണ് നിങ്ങൾക്കൊരു വിലയുമില്ലെന്ന് തോന്നും അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാതാകും. ചില സമയങ്ങളിൽ ഈ ലോകം മുഴുവൻ നമ്മൾ നെഞ്ചത്തേക്ക് എടുത്തു വെച്ച പോലെ ഭാരം തോന്നും നമുക്ക്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ശരിയാവില്ല. നമ്മൾ ആർക്കും വേണ്ടാത്ത പോലെ, നമുക്കൊരു വിലയില്ലാത്ത പോലെ തോന്നും. ഇത് പലപ്പോഴും പണ്ടെങ്ങോ നടന്ന കാര്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ആളുകളുടെ കുറ്റപ്പെടുത്തലുകൾ, വലിയ സങ്കടങ്ങൾ അല്ലെങ്കിൽ ട്രോമ, ഒറ്റപ്പെട്ട അവസ്ഥ, പരാജയങ്ങൾ എന്നിവ കാരണം. ഈ അനുഭവങ്ങൾ നിങ്ങൾ വിശ്വസിപ്പിക്കുന്നത് നിങ്ങളുടെ വില നിങ്ങളുടെ നേട്ടങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ വില നിങ്ങൾ നേടിയെടുക്കേണ്ടതെന്നല്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഒന്നാണ്. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി നിർത്തി നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന നിമിഷം മുതലാണ് മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങുന്നത്. അഞ്ചാമത്തെ ലക്ഷണമാണ് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരേ സങ്കടമുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു ലൂപ്പിൽ പെട്ട പോലെ, ഒരു കുരുക്കിൽ പെട്ട പോലെ. ഇതിനെ റൂമിനേഷൻ എന്നാണ് പറയുന്നത്. നടന്ന കാര്യത്തെക്കുറിച്ച് ഓവറായി ചിന്തിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ മനസ്സ് ശ്രമിക്കുന്നതാണിത്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം മനസ്സിൻ്റെ മുറിവ് ഉണങ്ങില്ല. എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ അത് മാറുകയുള്ളൂ. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഒരു ചുഴി പോലെ കറങ്ങുമ്പോൾ നമ്മൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുക, ഒരാൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോവുക, ഒരു ചെറിയ ജോലി ചെയ്യുക. അങ്ങനെ ആ ചിന്തകളെ ഇൻ്ററപ്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക.
വളരെ ചെറിയൊരു മാറ്റം പോലും നിങ്ങളുടെ സ്വന്തം ചിന്തകളുടെ ആഴക്കടലിൽ നിന്ന് മുങ്ങിപ്പോകുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചേക്കാം. 6ാമത്തെ ലക്ഷണമാണ് എല്ലാം അനുഭവിച്ച് മടുത്ത് അവസാനം ഒന്നും തോന്നാതാകും. ഇതിനെ ഇമോഷണൽ നംനെസ് അഥവാ മനസ്സിൻ്റെ മരവിപ്പ് എന്നാണ് പറയുന്നത്. ഒരുപാട് കാലങ്ങളായി ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സ്വയം രക്ഷപ്പെടാൻ വേണ്ടി അടച്ചു പൊട്ടുന്ന അവസ്ഥയാണിത്. നിങ്ങൾ സ്നേഹമില്ലാത്ത ആളല്ല, നിങ്ങൾ കെയർലെസ് ആയ ആളല്ല, നിങ്ങളാകെ തളർന്നു പോയതാണ്. ഈ മരവിപ്പ് കൊണ്ട് ശരീരം നിങ്ങളോട് പറയുന്ന ഇതാണ്: നിങ്ങൾ ഒരുപാട് ഭാരം ചുമന്നു, ഇനി കുറച്ച് വിശ്രമിക്കൂ. പക്ഷേ ഈ മരവിച്ച ജീവിതത്തേക്കാൾ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. സന്തോഷവും സമാധാനവും നല്ല ബന്ധങ്ങളും ഒക്കെ വീണ്ടും അനുഭവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം. ഓരോ ചൂടുകളായി നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ ചിരിക്കാനും സന്തോഷിക്കാനും പറ്റും. 7ാമത്തെയും അവസാനത്തെയുമായ ലക്ഷണമാണ് എവിടെയോ കുടുങ്ങിയതുപോലെ, വഴി അറിയാത്ത പോലെ, അല്ലെങ്കിൽ ഒരു കെണിയിലകപ്പെട്ട പോലെയുള്ള ഒരു തോന്നൽ. ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ജോലിയിൽ പെട്ടുപോയതാകാം, നിങ്ങൾ മാനസികമായി തളർത്തുന്ന ഒരു ബന്ധത്തിലകപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ സമയം കളയുന്ന ഒരു ജീവിത രീതിയാകാം നിങ്ങൾക്കിപ്പോൾ. നിങ്ങൾ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ മനസ്സ് അതിലൊന്നും ഉണ്ടായില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മനസ്സ് പതുക്കെ പറയും, എന്തോ ഒന്ന് മാറേണ്ടതുണ്ട്. പുറത്തുള്ള കാര്യങ്ങളെല്ലാം മാറേണ്ടത്, നിങ്ങളുടെ ഉള്ളിലാണ് മാറ്റം വേണ്ടത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും മാറില്ല. നിങ്ങൾ കാര്യങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് മാറ്റുക. അപ്പോൾ നിങ്ങൾ പോകേണ്ട വഴിയും താനേ ശരിയാകും. ഒരു കാര്യം വ്യക്തമായി പറയാം: വേദന എന്നത് വീക്ക്നെസ്സിൻ്റെ, ബലഹീനതയുടെ ലക്ഷണമല്ല, നിങ്ങളൊരു മനുഷ്യനാണെന്നതിൻ്റെ. നിങ്ങൾ ഇത്രയും കാലം അതിജീവിച്ചു വന്നതിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾ തകർത്ത കാര്യങ്ങൾ നിങ്ങൾ അതിജീവിച്ചെങ്കിൽ ഇനി വരാൻ പോകുന്ന എന്തിനേയും നിങ്ങൾക്ക് ഉറപ്പായും അതിജീവിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിലെ മുറിവുകൾ നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. അവ നിങ്ങളെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അവ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അവ നിങ്ങളെ കൂടുതൽ അറിവുള്ളവനാക്കുന്നു, ദയയുള്ളവനാക്കുന്നു, ശക്തനാക്കുന്നു. ഓരോ മുറിവും നമുക്കുള്ള ഒരു അവസരമാണ് വളരാനുള്ള, മാറാനുള്ള, മുന്നോട്ട് വരാനുള്ള. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഈ വീഡിയോയിലെ മെസ്സേജ് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യും. ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരാൾക്കും ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിലേത് ലക്ഷണത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ പോയിരുന്നതെന്ന് ആ നമ്പർ കമൻറ്റായി ഇടുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക, നിങ്ങൾ അനുഭവിച്ച മുറിവുകളേക്കാളും പ്രശ്നങ്ങളേക്കാളും ശക്തനാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കഥ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.